നമസ്കാരം, ഞാൻ ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം, കൺസൾട്ടന്റ് ഫിസീഷ്യൻ, നൈൽ ഹോസ്പിറ്റൽ. മെയ് 17 ലോക ഹൈപ്പർ ടെൻഷൻ ദിനമായി ആചരിക്കപ്പെടുകയാണ്. ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹൈപ്പർ ടെൻഷൻ അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം. ലോകത്ത് 100 കോടിയിലധികം ജനങ്ങളാണ് ഉയർന്ന രക്തസമ്മർദ്ദവുമായി ജീവിക്കുന്നത്. ഇതിൽ 50% ആളുകൾക്കും അവരുടെ രോഗാവസ്ഥയെക്കുറിച്ച് അറിയില്ല. ഇതുമൂലം ഒഴിവാക്കാവുന്ന സങ്കീർണതകൾക്കും പെട്ടെന്നുള്ള മരണങ്ങൾക്കും ഹൈപ്പർ ടെൻഷൻ കാരണമാകുന്നുണ്ട്. 76 ലക്ഷത്തിലധികം ജനങ്ങളാണ് ഹൈപ്പർ ടെൻഷൻ മൂലം എല്ലാ വർഷവും ലോകത്ത് മരണപ്പെടുന്നത്. ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. ലേറ്റസ്റ്റ് ഗൈഡ് ലൈൻസ് അനുസരിച്ച് ബ്ലഡ് പ്രഷർ 130/80 മുകളിൽ പോകുമ്പോഴാണ് ഹൈപ്പർ ടെൻഷൻ അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. ഒരു സൂചനയുമില്ലാതെ പെട്ടെന്നുണ്ടാകുന്ന ഹൃദയാഘാതം, സ്ട്രോക്ക് ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നാണ് ഹൈപ്പർ ടെൻഷൻ. ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളും മാറുന്ന ഭക്ഷണശീലങ്ങളുമാണ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ. തലവേദന, തലകറക്കം, കാഴ്ചാ പ്രശ്നങ്ങൾ, മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം, കിതപ്പ് തുടങ്ങിയവയൊക്കെയാണ് ഹൈപ്പർ ടെൻഷന്റെ പ്രധാന ലക്ഷണങ്ങൾ. എന്നിരുന്നാലും ഒരു ലക്ഷണങ്ങളും ഇല്ലാതെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ BP പരിശോധിക്കുക എന്നതാണ് ഹൈപ്പർ ടെൻഷൻ കണ്ടുപിടിക്കാനുള്ള പ്രധാന മാർഗം. ബ്ലഡ് പ്രഷർ എങ്ങനെ നിയന്ത്രിക്കാം? ഭക്ഷണത്തിൽ അമിതമായ ഉപ്പ്, പഞ്ചസാര തുടങ്ങിയവ നിയന്ത്രിക്കുക. എല്ലാ ദിവസവും 30 മുതൽ 40 മിനിറ്റ് വരെ കൃത്യമായി വ്യായാമം ചെയ്യുക. പുകവലി, മദ്യപാനം തുടങ്ങിയവ പൂർണ്ണമായും ഒഴിവാക്കുക. കാലതാമസമില്ലാതെ രോഗം നേരത്തെ കണ്ടെത്തി അനുയോജ്യമായ ചികിത്സയിലൂടെ ബ്ലഡ് പ്രഷർ നിയന്ത്രണ വിധേയമാക്കി ആയുർദൈർഘ്യം കൂട്ടാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം.